ദീപക്, ഞാൻ ചോദിച്ചത് ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് പോലീസ് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? പ്രത്യേകിച്ചും ഇന്ന് അവിടെ നടക്കുന്ന തെരച്ചിൽ ഈ വാഹനം കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ മാസം നടന്ന തെരച്ചിലും ഇതുപോലെ തന്നെ മാധ്യമ സംഘം അവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആ തെരച്ചിലിനൊന്നും ഒരു ഭംഗവും വരുത്തുന്നുമില്ല. രണ്ടാമത്തേത്, ഇന്ന് രാവിലെ 8 മണിക്ക് തെരച്ചിൽ തുടങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായതല്ലേ? ട്രയലൊക്കെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തുകയും ചെയ്തതല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് വൈകുന്നത്? സുജയ്, അക്കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത് കന്നഡ ഭാഷയിൽ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതും കീഴുദ്യോഗസ്ഥർ മാത്രമാണ്. പ്രധാന ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അവരോട് കഴിയാവുന്ന രീതിയിൽ സംവദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു വ്യക്തത വരുത്താൻ അവർ തയ്യാറാവുന്നില്ല. നേരത്തെ തന്നെ ബാരിക്കേഡിംഗ് സിസ്റ്റം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് പുറത്തുനിന്ന് മാത്രമേ ദൃശ്യങ്ങൾ പകർത്താവൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ തൊട്ട് എതിർവശത്താണ്. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും ബാരിക്കേഡ് തീർത്തിരിക്കുന്നതിൻ്റെ ഏതാണ്ട് 1 മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ നദിയുടെ അടിത്തട്ട് പോലും വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അരിക് പോലും വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ബാരിക്കേഡ് തീർത്തിട്ട് പറയുന്നത് ഇവിടെ നിന്ന് മാത്രം ദൃശ്യങ്ങൾ പകർത്തിയാൽ മതി എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ഒരു ഡ്രഡ്ജിങ് നടക്കുന്നതിൻ്റെ എതിർദിശയിൽ നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെ എതിർദിശയിൽ നിന്നാൽ ദൃശ്യങ്ങൾ പോലും പകർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്നലെ എന്തിനാണ് ഇത്രയധികം കാലതാമസം വരുത്തിയത് എന്നുള്ള ചോദ്യത്തിന് സുജയോട് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഇന്നലെ MLA സ്ഥലത്തുണ്ടായിരുന്നില്ല. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഈ ഒരു ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തുക കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ ഒരു ദൗത്യം ആരംഭിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം. ഒരുപക്ഷെ അതായിരിക്കാം വൈകിട്ട് വരെ കാര്യങ്ങൾ പോകുന്ന രീതിയിലേക്ക് മാറിയത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കാർവാർ MLA എത്തിയതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഈ ഒരു മേഖലയിലേക്ക് ഡ്രഡ്ജർ എത്തിച്ചപ്പോൾ ഈ ഒരു ദേവസ്ഥാനത്തിൻ്റെ ആ ഒരു മേഖലയിൽ അത് നിലയുറപ്പിക്കുകയും അവിടെ വെച്ചൊരു പൂജാകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തതാണ്. രണ്ടാമത് SP-യും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും മറ്റൊന്ന് കാർവാർ MLA-യും ഇവർ 3 പേരും എത്തി വിപുലമായ മറ്റൊരു പൂജാ ചടങ്ങ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രഡ്ജർ അവിടെ നിന്നും നീക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു കാലതാമസം ഇന്നലെ ഉണ്ടായി. ഇന്ന് 8 മണി മുതൽ നടക്കും എന്നുള്ളത് കാർവാർ MLA കൃത്യമായി പറഞ്ഞതാണ്. അദ്ദേഹം പല വിധത്തിലും നമ്മളുമായൊക്കെ വളരെ എന്താണ് വൈകുന്നതെന്ന് കളക്ടറോടൊക്കെ ഒന്ന് ചോദിക്കൂ ദീപക്. ഞാൻ വീണ്ടും എത്താം ദീപക്കിലേക്ക്. ഇപ്പോൾ 8 മണിക്ക് തെരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുക്കങ്ങളൊക്കെ ഇന്നലെ പൂർത്തിയാക്കിയതാണ്. ഡ്രഡ്ജറും അവിടെ എത്തി, ഡ്രഡ്ജിങ് നടത്തുന്നതിനായിട്ടുള്ള ടീമും എത്തി, ഈശ്വർ മാൽപ്പയും എത്തി. ഇനിയും ഇങ്ങനെ കാത്തു നിൽക്കണമെന്ന് പറയുമ്പോൾ ഇതേ കാലതാമസമാണ് നമ്മൾ കഴിഞ്ഞ മാസവും കണ്ടത്. തെരച്ചിൽ നിർത്തിവെക്കുന്നു, കുടുംബം അതിന് പിന്നാലെ നീങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ നിന്ന് ഇടപെടുമ്പോൾ തെരച്ചിലിന് തയ്യാറെടുക്കുന്നു. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് തന്നെ കാലതാമസമുണ്ടായി. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞപ്പോഴും കാലതാമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക?